നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. ഒരുപക്ഷെ ഇന്ന് എല്ലാവരും എഴുന്നേൽക്കുന്നുണ്ടാവുക ജാനകി അമ്മയുടെ ഓർമ്മകളുമായിട്ടായിരിക്കും. ജാനകി അമ്മ നമ്മളെ വിട പറഞ്ഞു പോയിരിക്കുകയാണ്. പതിറ്റാണ്ടുകൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ എല്ലാവരുടെയും ഓർമ്മകളിൽ വർഷങ്ങളായി തങ്ങി നിൽക്കുന്ന വേദനയിലും വിരഹത്തിലും ദുഃഖത്തിലും താരാട്ടിലും ഒക്കെ തൻ്റെ ശബ്ദം കൊണ്ട് ഒപ്പുവച്ച ഒരു ഗായികയാണ് നമ്മളെ വിട്ടുപോയിരിക്കുന്നത്. ജാനകി അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ രാവിലെ ആരംഭിക്കുകയാണ്. ആദ്യം നമുക്ക് നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. 7 പതിറ്റാണ്ട് ഭാഷകളുടെ അതിർത്തികളില്ലാതെ പാട്ടുപാടിത്തന്ന ജാനകി അമ്മയ്ക്ക് അന്ത്യാഞ്ജലി. തെന്നിന്ത്യയുടെ വാനമ്പാടി എസ് ജാനകി വിടവാങ്ങിയത് 88-ാം വയസ്സിൽ. അന്ത്യം ഇന്നലെ രാത്രി 8-ഓടെ മൈസൂരു അപ്പോളോ ആശുപത്രിയിൽ. ശ്വസന സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്ത്യൻ ഭാഷകളിൽ പാടിയത് 48,000-ഓളം പാട്ടുകൾ. വിദേശ ഭാഷകളിലും പാടി. ജാനകി അമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് സഹൃദയ ലോകം. മൃതദേഹം 8 മണിക്ക് വീട്ടിലെത്തിക്കും. രാവിലെ 10 മുതൽ മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനം. സംസ്കാരം കർണാടക സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ. ലോകകപ്പ് ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡിനെതിരെ അർജന്റീന. 10-ാം മിനിറ്റിൽ മക്കലിസ്റ്ററിന്റെ ഹെഡർ ഗോൾ വലയിൽ. നോർവേയെ എക്സ്ട്രാ ടൈമിൽ മറികടന്ന ഇംഗ്ലണ്ട് സെമിയിൽ. കേരളത്തിനും കണ്ണീരായി വിയറ്റ്നാമിലെ ബോട്ട് ദുരന്തം. മരിച്ചവരിൽ കൊട്ടാരക്കര ആസ്ഥാനമായ വിക്ടറി ഗ്രൂപ്പ് ഉടമയും ഭാര്യയും. AC തോമസിന്റെയും ലോവേനി തോമസിന്റെയും മൃതദേഹങ്ങൾ ഉടൻ നാട്ടിലെത്തിക്കാൻ ശ്രമം. ആകെ മരിച്ചത് 15 ഇന്ത്യക്കാർ. എല്ലാവരും ലാവ മൊബൈൽ കമ്പനിയുടെ ഇൻസെന്റീവ് ട്രിപ്പിൽ ഉല്ലാസത്തിനെത്തിയവർ. ദുരന്തത്തിൽ ഇരയായ മറ്റുള്ളവർ തമിഴ്നാട്, ആന്ധ്ര സ്വദേശികൾ. ലീഡർ നിയമന വിവാദങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തെ കടന്നാക്രമിച്ച അഡ്വക്കേറ്റ് PM നിയാസ്. പാർട്ടി വേദിയിൽ വിയോജിപ്പ് തുറന്നു പറയും. നിരന്തരമായി ഉയരുന്ന വിവാദങ്ങൾ പാർട്ടി പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തുമെന്നും നിയാസ്. പ്രതികരണം ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി വിജയ്ക്ക് പിന്നാലെ ലഹരിക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് അണ്ണാമലയും. പുതിയ പാർട്ടി വി ദ ലീഡേഴ്സ് മൂവ്മെന്റിന്റെ ആദ്യ യോഗം ഇന്ന് പൊള്ളാച്ചിയിൽ. യോഗത്തിന്റെ മുഖ്യ സംഘാടകരിൽ മുൻ BJP നേതാക്കളും പാർട്ടി നയവും ഭാവി പരിപാടികളും യോഗത്തിൽ അണ്ണാമല പ്രഖ്യാപിക്കും. ജനസംഖ്യാ നിയന്ത്രണം ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ. ഗർഭനിരോധന ഗുളികകൾക്ക് നികുതി ഒഴിവാക്കുന്നതടക്കം പരിഗണനയിൽ. കർമ്മ പദ്ധതി തീരുമാനിക്കാനുള്ള കമ്മിറ്റിയിൽ പാക് സൈനിക മേധാവി അസീം മുനീർ. മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ ജാനകിയമ്മ പാടി മടങ്ങി. അന്തരിച്ച വിഖ്യാത ഗായിക എസ് ജാനകിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് നാട്. മൃതദേഹം രാവിലെ 8-ന് ബോഗഡിയിലെ വസതിയിലെത്തിക്കും. മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലാണ് പൊതുദർശനം. കർണാടക സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. VV വിനോദ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിനോദ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ തലമുറകളുടെ സങ്കടത്തിലും സന്തോഷത്തിലും താരാട്ടിലുമൊക്കെ ശബ്ദമായി മാറിയ ഗായികയാണ് നമ്മളെ വിട്ടുപോകുന്നത്. അനുശ്രീ, തലമുറകളിലൂടെ ഒരു സംഗീതം കണക്കെ ഒഴുകിയ ജീവിതം, അതിനാണ് പരിസമാപ്തി, അതിനാണ് വിരാമമായിരിക്കുന്നത്. പക്ഷേ എക്കാലവും ശ്രോതാക്കൾ ഉള്ളിടത്തോളം കാലം ജാനകി അമ്മയുടെ പാട്ടുകൾ നമ്മുടെ ചുണ്ടുകളിൽ വിടരും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകളിലെത്തും. നമ്മൾ അതിൻ്റെ കേൾവിക്കാരായി എക്കാലവും അവശേഷിക്കും. ഇനിയും തലമുറകൾ അത്തരം ഗാനങ്ങൾ കേൾക്കും. ഒരുപക്ഷെ അനുശ്രീ പറഞ്ഞതുപോലെ തന്നെ വിവിധ ഇന്ത്യൻ ഭാഷകളിൽ പാടി എത്രയോ കോടി ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു ജീവിതം. അതത്ര ലളിതമായിരുന്നു, എത്ര കണ്ട് ലാളിത്യമുള്ളതായിരുന്നു ജാനകിയമ്മയുടെ ജീവിതം എന്ന് ഓർക്കുമ്പോഴാണ് ആ ഗാനങ്ങൾ കൂടി ആ ജീവിതവും കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് സംഗീത ലോകത്തിന് കിട്ടിയ ഒരു മഹത്തരമായ സൃഷ്ടി, ആ ഒരു ജീവിതം സത്യത്തിൽ ഒരു വലിയ സൃഷ്ടി തന്നെയായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരുന്നത്. ആ തരത്തിൽ ജനങ്ങൾ വേദനയോടുകൂടി കാണുന്ന ഒരു വിയോഗം തന്നെയാണ്. ഒരുപക്ഷെ വേദിയിൽ നിന്ന് വിട്ടുപോയിട്ട് പോലും ജനങ്ങളുടെ സമ്മർദ്ദപ്രകാരം വീണ്ടും വേദിയിലെത്തി പാട്ടുപാടുക എന്ന ഒരു ഗായിക, അതായത് ഒരു
ഘട്ടത്തിലും ജാനകിയമ്മയെ ഒഴിവാക്കിക്കൊണ്ട് ശ്രോതാക്കൾക്ക് വേദികളിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. നമ്മൾ ചലച്ചിത്ര ഗാനങ്ങൾ മാത്രമല്ല, നിരവധി സ്റ്റേജുകളിൽ പാടുന്ന ജാനകിയമ്മയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശാസ്ത്രീയ സംഗീതം അങ്ങനെ അഭ്യസിക്കാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ അറിവ് വെച്ച് പാടി ഒരു പക്ഷേ ഇത്രയധികം ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞ മറ്റൊരു ഗായിക തന്നെ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തോ അല്ലെങ്കിൽ ഈ ഗാനശാഖയിലോ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. അത്രയും മികവാർന്ന ജാനകിയമ്മയെ ചലച്ചിത്ര ലോകത്തുള്ള ആളുകൾ ഓർക്കുമ്പോൾ അവരുടെ പെരുമാറ്റം പോലും നമുക്കറിയാം. എത്ര ഇൻ്റർവ്യൂകളിൽ നമ്മൾ കണ്ടിരിക്കുന്നു, എത്ര സ്ഥലങ്ങളിൽ കണ്ടിരിക്കുന്നു. അവരുടെ വസ്ത്രധാരണവും പെരുമാറ്റവും സമീപനവും ആകെയുള്ള ജാനകിയമ്മയുടെ ഒരു ജീവിതം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലും, സംഗീതത്തിൽ മാത്രമല്ല ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്ന് പാഠമാക്കേണ്ടതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിരുന്നു ജാനകിയമ്മ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് സംസ്കാരം നടക്കും. ഉച്ചകഴിഞ്ഞ് കനയകുടി ഫാം ഹൗസിലാണ് സംസ്കാര ചടങ്ങുകൾ. അതിനു മുൻപ് 8:30 മണിയോടുകൂടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പൊതുദർശനം. മൈസൂരിലാണ് ആന്ധ്രയിൽ ജനിച്ച ജാനകിയമ്മ അവസാന കാലത്ത് കർണാടകയിലായിരുന്നു അവരുടെ ജീവിതം ചെലവഴിച്ചത്. ആന്ധ്ര ഗുണ്ടൂരിലെ ആയുർവേദ ഡോക്ടർ ശിസ്ല രാമമൂർത്തിയുടെയും സത്യവതിയുടെ മകളായി 1938 ഏപ്രിൽ 23 ജനനം. ജാനകിയെ ലോകമറിയുന്ന ഗായികയായി വളർത്തിയത് നാടക കലാകാരനായ അമ്മാവൻ ഡോക്ടർ ചന്ദ്രശേഖരം, അദ്ദേഹത്തിൻ്റെ മകൻ രാമപ്രസാദുമാണ്. പിന്നീട് രാമപ്രസാദിനെ തന്നെയാണ് ജാനകിയമ്മ വിവാഹം ചെയ്തത്. 1958 വിവാഹം. 97 അദ്ദേഹം മരിച്ചതോടുകൂടിയാണ് സംഗീത രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ ജാനകി തീരുമാനിക്കുന്നത്. പിന്നീട് ആരാധകർ നിർബന്ധിച്ചതുകൊണ്ട് തിരികെ വരികയായിരുന്നു. 1957 19-ാം വയസ്സിലാണ് മദ്രാസിലെ AVM സ്റ്റുഡിയോയിൽ ജാനകിക്കൊരു ജോലി ലഭിക്കുന്നത്. ആ വർഷം തന്നെ പ്രശസ്ത സംഗീത സംവിധായകൻ ചലപതി റാവുവിന് വേണ്ടി വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ പാടിയാണ് തുടക്കം. തുടർന്ന് മലയാളം ഉൾപ്പെടെ 6 ഭാഷകളിൽ പാടാൻ കരാറായി. പിന്നെ ഇങ്ങോട്ടുള്ളത് ചരിത്രമാണ്. നമുക്കറിയാം എത്ര ഗാനങ്ങൾ, നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച ഗാനങ്ങൾ, അതെല്ലാം തന്നെ പാടി തീർത്ത് അത് അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ ജീവിതം ധന്യമാക്കി ജാനകിയമ്മ മടങ്ങുന്നത്. നമുക്ക് ചില പുരസ്കാരങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. 16 വയതിനില്ല, ഒരുപക്ഷെ തമിഴിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒരു പ്രത്യേക ദിശയിലേക്ക് തമിഴ് സിനിമയെ മാറ്റിക്കൊണ്ടുപോയ 16 വയതിനിലെ എന്ന സിനിമയിൽ 1977 ദേശീയ പുരസ്കാരം, ഗാനത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നു. 1980 ഓപ്പോൾ എന്ന മലയാളം ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരത്തിന് അർഹയാകുന്നു. തെലുങ്കിലും തമിഴിലും പിന്നീട് തേവർ മകനും സിത്താര തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ദേശീയ പുരസ്കാരം നേടിയെടുക്കുന്നു. കേരളത്തിൻ്റെ പുരസ്കാരങ്ങളും നിരവധി തവണ ജാനകിയമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും സിനിമാ ലോകത്തിനും സംഗീത ലോകത്തിനുമൊക്കെ വലിയ നഷ്ടം വരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ വിയോഗമുണ്ടായിരിക്കുന്നത്. അനുശ്രീയും ഒരു ഗായികയാണ്, അത്യാവശ്യം പാടുന്ന ഒരു ആളാണ്. ജാനകിയമ്മയ്ക്ക് ഒരു ട്രിബ്യൂട്ട്, നമ്മുടെ ഒരു ട്രിബ്യൂട്ട് എന്ന നിലയിൽ രണ്ടുപേരും പാടാൻ കഴിഞ്ഞാൽ സന്തോഷം. ശരി വിനോദ്, അതുപോലെ തന്നെ ഈ മലയാളത്തിലേക്ക് വരുമ്പോൾ ജാനകിയമ്മ പാടി വെച്ചിട്ടുള്ള ഒരുപാട് പാട്ടുകൾ ഇപ്പോഴും തലമുറകൾ പോലും കടന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മകളായി നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നിരവധി ഗാനങ്ങൾ നമുക്ക് തലമുറകളിലൂടെ വരുമ്പോൾ എത്ര തലമുറകളിലാണ് ആ ഗാനങ്ങൾ കേട്ടത്, എത്ര ഭാവങ്ങളാണ് കേട്ടത്. ഒരുപക്ഷെ തെന്നിന്ത്യയുടെ വാനമ്പാടി എന്ന വിശേഷണത്തിന് അർഹയായ ആ പരാമർശം അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് അന്വർത്ഥമാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ജാനകിയമ്മയുടെ ഈ സംഗീത ജീവിത സവര്യ. താനേ തിരിഞ്ഞും മറഞ്ഞും, അല്ലെങ്കിൽ മഞ്ഞണിപ്പൂനിലാവ്, സൂര്യകാന്തി തുടങ്ങുന്ന ആ വരിയിൽ തുടങ്ങുന്ന ഗാനങ്ങൾ, അവിടുന്ന് ഗാനം കേൾക്കാൻ, നാഥ നീ വരും, കലച്ച കേട്ടു ആ ചാമരത്തിലെ ഗാനം, ശാരികയെ എൻ ശാരിക എന്ന് തുടങ്ങുന്ന ഗാനം, തുഷാര ബിന്ദുക്കളെ, അങ്ങനെ എത്ര ഗാനങ്ങളാണ് ജാനകിയമ്മയുടേതായി നമ്മൾ കേട്ടിരിക്കുന്നത്, നമ്മളെ സന്തോഷിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ തേവർ മകനിലെയൊക്കെ ഗാനങ്ങൾ അത് ഇപ്പോഴും റീമിക്സായി വരുന്ന ഗാനങ്ങളുണ്ട്. ഇഞ്ചി ഇടുപ്പഴക എന്ന ആ ഗാനം കമൽഹാസനും രേവതിയും അഭിനയിച്ച ആ ഗാനം എത്ര കാലം കഴിഞ്ഞിട്ട് എത്ര വേർഷനിലാണ് ആ പാട്ട്, എത്ര തലമുറകളിലെ കുട്ടികളാണ് അത് വീണ്ടും പാടുന്നത്, അത് എത്ര വേർഷനിലാണ് ആ ഗാനം വരുന്നത്. അത് ഇന്നും എവർഗ്രീനായി അതിൻ്റെ ആദ്യത്തെ രൂപം നിൽക്കുന്നു. ജാനകിയമ്മ പാടിയ പാട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള സംസ്ഥാനത്തിൻ്റെ പുരസ്കാരങ്ങൾ: സ്ത്രീ എന്ന ചിത്രത്തിന് പുള്ളിമാൻ, ചന്ദ്രകാന്തം, ആലിംഗനം, മദനോത്സവം, തകര, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, നാഥ, ചാമരം, നേരത്തെ ഈ പറഞ്ഞ ഗാനമാണ്.
അണിയാത്തവളകൾ, ഇതെല്ലാം തന്നെ 1980-ലാണ് ഈ അവസാനത്തെ 3 സിനിമകളിൽ പുരസ്കാരം ലഭിച്ചത്. ഓപ്പോൾ, ഇത് ഞങ്ങളുടെ കഥ, അങ്ങനെ കാറ്റത്തെ കിളിക്കൂട്, ആ തരത്തിൽ എത്രയോ ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചു. അതിന് കേരളം ജാനകിയമ്മയെ അഭിമാനത്തോടു കൂടി ഓർക്കുന്നു, അവരെ നന്ദിയോടെ സ്മരിക്കുന്നു. നമുക്കിങ്ങനെ ഒരു ഗാനത്തിൻ്റെ വലിയൊരു ശേഖരം തന്നതിന്, നമ്മുടെ സുഖ ദുഃഖങ്ങളിൽ, നമ്മുടെ യാത്രകളിൽ, നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, നമ്മൾ സുഹൃത്തുക്കളുമായിരിക്കുമ്പോൾ, അങ്ങനെ ഏതെല്ലാം അവസരങ്ങളിൽ എത്ര മനോഹരമായ ഗാനങ്ങളാണ് ജാനകിയമ്മയുടേതായി നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ മനസ്സിനെ സാന്ത്വനിപ്പിക്കുന്നത്, നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത്, നമുക്ക് മറ്റ് ദുഃഖങ്ങളെല്ലാം മറന്ന് കുറേ സമയമെങ്കിലും ഈ പാട്ടുകൾ കേട്ടിരിക്കാൻ കഴിയുന്നത്. അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു മഹാഗായികയാണ് ഇവിടെ പറയുന്നത്. ഒരുപക്ഷെ ഏക മകനാണ് ഉണ്ടായിരുന്നത്. മകൻ്റെ വിയോഗത്തിന് ശേഷം വളരെ ദുഃഖത്തിലായിരുന്നു ജാനകിയമ്മ എന്നത് വളരെ സ്പഷ്ടമായൊരു കാര്യമാണ്. അതിനുശേഷമാണ് ഈ ഗാനരംഗത്ത് നിന്ന് മാറി നിൽക്കാനുള്ള ആലോചന പോലും ഉണ്ടാകുന്നത്. ആ തരത്തിൽ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിലൊക്കെ വിഷമമുണ്ടാകുന്ന ഒരു ഘട്ടമുണ്ടായിട്ടുണ്ടാകും. പേരക്കുട്ടിയോടൊപ്പമായിരുന്നു താമസം, മകളോടൊപ്പമായിരുന്നു ഏറ്റവും ഒടുവിൽ ജാനകിയമ്മ ഉണ്ടായിരുന്നത്. ആ തരത്തിൽ നോക്കുമ്പോൾ എത്രയോ ആളുകൾക്ക് അറിവ് പകർന്ന, അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ മാതൃകയായ, നമുക്കറിയാം ചിത്രയും സുജാതയും ഒക്കെ തന്നെ. അതിനുശേഷം ജാനകിയമ്മയ്ക്ക് പിന്നാലെ വരുന്നു ശ്രേയ ഘോഷൽ, മറ്റൊരു ഭാഷയിൽ നിന്ന് വന്ന് മലയാളത്തിൽ നല്ല പാട്ടുകൾ പാടുന്നു. പക്ഷേ അവർക്കെല്ലാം തന്നെ ഒരു മാതൃകയായി പാട്ടിൻ്റെ വഴിയിലായിരുന്നാലും ആളുകളോട് എങ്ങനെ പെരുമാറണം, ഏത് തരത്തിൽ ഇടപെടണം എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു ലാളിത്യത്തിൻ്റെ മുഖമായി, അതൊരു മാതൃകയായി ജാനകിയമ്മ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പാട്ടിൻ്റെ വഴിയിൽ മാത്രമല്ല, ഒരു ജീവിത ശൈലിയിൽ പോലും മാതൃകയാണ് ജാനകിയമ്മ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അനുശ്രീ, 20 ഭാഷകൾ, 48,000-ഓളം ഗാനങ്ങൾ ജാനകിയമ്മ പാടി വെച്ചതിന് ശേഷമാണ് നമ്മളെയൊക്കെ വിട്ട് പോകുന്നു എന്നുള്ളതാണ്. 4 ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടി. അതിനിടയിൽ തന്നെ 6 പതിറ്റാണ്ടിൻ്റെ സംഗീത സപര്യ നമുക്കൊക്കെ സമ്മാനിച്ച ഒരുപാട് പാട്ടുകൾ, ഒരുപാട് ഓർമ്മകൾ ഒക്കെ അവശേഷിപ്പിച്ച് ജാനകിയമ്മ യാത്രയാവുകയാണ്. 11 തവണയാണ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. 2013 പത്മഭൂഷൺ നിരസിക്കുകയുണ്ടായി. വിവിധ സംസ്ഥാനങ്ങളുടെ 33 ചലച്ചിത്ര പുരസ്കാരങ്ങൾ ജാനകിയമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ പാട്ടുകളുടെ ചരിത്രത്തിൽ തന്നെ മാറ്റി നിർത്താനാകാത്ത തരത്തിലുള്ള ഓർമ്മകളൊക്കെ സമ്മാനിച്ച്, അല്ലെങ്കിൽ തൻ്റേതായ ഒരു ഒപ്പം അവിടെ രേഖപ്പെടുത്തി, തൻ്റേതായൊരു ഓർമ്മകളൊക്കെ അവിടെ ബാക്കിയാക്കിയാണ് ജാനകിയമ്മ ഇപ്പോൾ യാത്രയായിരിക്കുന്നത്. ഒരുപക്ഷെ മലയാളികൾക്കൊന്നും ഒരിക്കലും മറക്കാനാവാത്ത വിധത്തിലുള്ള, തലമുറകളോളം എല്ലാവരുടെയും മനസ്സിലാഴത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഒരുപാട് പാട്ടുകൾ, ഒരുപാട് മലയാള സംഗീതങ്ങൾ അമ്മയുടേതായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നു. ആ ഓർമ്മകൾ എന്നും നമ്മുടെ മനസ്സിൽ അവശേഷിക്കാൻ ആ ഗാനം തന്നെ ധാരാളമാണ് എന്നുള്ളതാണ്. വിനോദ്, നമ്മൾ ജാനകിയമ്മയുടെ പാട്ടുകളെ പറ്റി പറയുമ്പോൾ തന്നെ അതൊരു കവിത പോലെ ആയിരുന്നു എന്ന് വേണം പറയാൻ. കാരണം എല്ലാ പാട്ടുകളും കേൾക്കുമ്പോൾ നമുക്കൊരു കവിത പോലെ തോന്നുമായിരുന്നു. അത്രത്തോളം സ്വരമാധുര്യം ആ ശബ്ദത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ്. കാരണം മറ്റൊരു ഭാഷയിൽ നിന്ന് വന്ന് ഒരു അന്യഭാഷയിലെ പ്രേക്ഷകർ അല്ലെങ്കിൽ ശ്രോതാക്കളുടെ ഹൃദയം കവരുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ആന്ധ്രയിൽ ജനിച്ച് ദക്ഷിണേന്ത്യ മാത്രമല്ല മറ്റ് ഇന്ത്യൻ ഭാഷകളിലേക്ക് കൂടി പടർന്ന് ആ സ്വരമാധുരി അവിടുത്തെ പ്രേക്ഷകരെ എല്ലാം കേൾപ്പിക്കാനും അവരുടെ ഹൃദയത്തിലിടം നേടാനും കഴിയുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. അവിടെയാണ് നമ്മൾ ഈ പുരസ്കാരങ്ങളുടെ പട്ടിക നോക്കുമ്പോൾ തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരങ്ങൾ 6 തവണ, കർണാടക സർക്കാരിൻ്റെ പുരസ്കാരം, ഒഡീഷ സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം, തമിഴ്നാട് സർക്കാരിൻ്റെ തന്നെ വളരെ പ്രശസ്തമായ പുരസ്കാരമാണ് കലൈമാമണി പുരസ്കാരം, അത് നേടുന്നു. കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡുകൾ, മികച്ച ഗാനത്തിനുള്ള അവാർഡുകൾ, അതോടൊപ്പം തന്നെ ദേശീയ പുരസ്കാരങ്ങൾ, പത്മ പുരസ്കാരം നിരസിക്കുന്ന ഒരു ഘട്ടവും ഉണ്ടായിരുന്നു ജാനകിയമ്മയുടെ ജീവിതത്തിൽ. അങ്ങനെ പല പുരസ്കാരങ്ങൾ തേടിയെത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. മാത്രമല്ല എത്ര മനോഹരമായാണ് SPBയുമായിട്ടുള്ള സ്റ്റേജ് ഷോയൊക്കെയാണ് ഇപ്പോൾ ഓർത്തു പോകുന്നത്. പല ഘട്ടങ്ങളിൽ അങ്ങനെ തിരുവനന്തപുരത്ത് യേശുദാസുമായി ചേർന്ന് സ്വർലയുടെയൊക്കെ പരിപാടിയിലോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള സൂര്യ ഫെസ്റ്റിവലിലോ ഒക്കെ തന്നെ ജാനകിയമ്മ എത്തുന്ന സാഹചര്യം അതൊക്കെ തന്നെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും കനകക്കുന്നിലും നിശാഗന്ധിയിലും ഒക്കെ നടന്നിട്ടുള്ള അത്തരം പരിപാടികൾ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, ആ സ്വരം കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ നടക്കുന്ന പരിപാടികൾ, ഇപ്പോൾ അയ്യങ്കോളി ഹാളിൽ
പഴയ VJT ഹാൾ അവിടെയൊക്കെ തന്നെ നടക്കുന്ന പല പല പരിപാടികളിൽ ജാനകിയമ്മ എത്തുകയും ഒന്നുകിൽ അതിഥിയായി എത്തുകയും അല്ലെങ്കിൽ ഗായികയായി എത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്ന ഒരു കാര്യം അതൊക്കെ തന്നെ പല കുറി കേൾക്കാനും അനുഭവിക്കാനും ഒക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സിനിമയിൽ കേൾക്കുക, നേരിട്ട് കേൾക്കുക, ആ സ്വഭാവം മനസ്സിലാക്കി. കഴിഞ്ഞ ദിവസം നടി ഷീല അനുസ്മരിച്ചതുപോലും ഓർക്കുന്നു. ഇവർ തീവണ്ടിയിലൊക്കെ തിരുവനന്തപുരത്തു നിന്നോ മദ്രാസിൽ നിന്നോ എറണാകുളത്തേക്കോ തൃശ്ശൂരൊക്കെ പോകുമ്പോൾ ഗായികമാരും നടിമാരുമൊക്കെ ഒരേ ബോഗിയിലാണ് യാത്ര ചെയ്യുന്നത്, ഒരേ കൂപ്പയിലായിരിക്കും. ആ സമയത്ത് ഈ നടിമാർ പാട്ട് പാടുകയും ഗായികമാർ ജാനകിയമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ നൃത്തം ചെയ്യുകയും ചെയ്യും. കാരണം വ്യത്യസ്തമാണ്. സിനിമയിൽ വരുമ്പോൾ നടിമാരാണ് നൃത്തം ചെയ്യുന്നത്, ഗായികമാർ ഗാനാലാപനം നടത്തുന്നു, പാട്ട് പാടുന്നു എന്നതാണ്. പക്ഷേ ഇവരുടെ സ്വകാര്യ സമയങ്ങളിൽ തിരിച്ചാണ് ചെയ്യുന്നത്. നടിമാർ പാട്ട് പാടുകയും ഗായികമാർ അവർക്ക് മുന്നിൽ അവർക്ക് ഇഷ്ടമുള്ള നൃത്തം ചുവടുകൾ വയ്ക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള അത്രയും സൗഹൃദമായിരുന്നു, ലാളിത്യമായിരുന്നു. അങ്ങനെയുള്ള ഓർമ്മകളാണ് പഴയ തലമുറകളിലെ ആളുകൾ ഓർത്തെടുക്കുന്നത്. അങ്ങനെ നമുക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശ്രീ വിനോദ്, മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്നാൽ ഈ സംഗീതം പഠിക്കാതെ തന്നെ ഒരാൾക്ക് എങ്ങനെ ഇത്ര നല്ല രീതിയിൽ പാട്ടുകൾ പാടാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ ജാനകിയമ്മയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ എങ്ങനെ ജാനകിയമ്മയ്ക്ക് അത് സാധിച്ചു? ജനിച്ചപ്പോൾ തന്നെ ഒരു ഗായികയായി പിറന്ന ഒരാൾ കൂടിയാണ് ജാനകിയമ്മ എന്ന് വേണം പറയാൻ. കാരണം ശാസ്ത്രീയ സംഗീതത്തിൻ്റെ അടിത്തറ പോലും ഇല്ലാതെ ഒരാൾ ഇത്ര നല്ല രീതിയിൽ പാട്ടുകൾ പാടുക എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യം മാത്രമാണത്. അനുശ്രീ, പിതാവ് നാടക കലാകാരനായിരുന്നു. ഒരുപക്ഷെ അമ്മാവൻ, ജാനകിയമ്മയുടെ അമ്മാവൻ നാടക കലാകാരനായിരുന്നു. അമ്മാവൻ്റെ ഒരു ശിക്ഷണം ഉണ്ടായിരുന്നു. അമ്മാവൻ്റെ മകൻ അദ്ദേഹവും ഈ കലാപരമായ ജീവിതം നയിച്ച ആളാണ്. അദ്ദേഹവും ജാനകിയമ്മയെ ചെറുപ്പത്തിൽ തന്നെ ഈ കലയുടെ വഴിയിലൂടെ കൈപിടിച്ച് നടത്തി എന്നത് ശ്രദ്ധേയമാണ്. അനുശ്രീ പറഞ്ഞതുപോലെ തന്നെ ശാസ്ത്രീയമായി ഈ സംഗീതം പഠിക്കാത്ത ഒരാൾ, ഒരുപക്ഷെ SBBയുടെ കാര്യത്തിലൊക്കെ നമ്മൾ പറയുന്നത് പോലെ അടിസ്ഥാനപരമായി ശാസ്ത്രീയ സംഗീതം അങ്ങനെ ദീർഘകാലം പഠിക്കുകയും കുട്ടിക്കാലം മുതൽ പഠിച്ചു വരികയും ചെയ്യാതെ പിന്നീട് വലിയ തോതിൽ ഈ ഗാനാലാപന രംഗത്ത് അതിപ്രശസ്തരായി മാറുന്ന വ്യക്തിത്വങ്ങൾ, അങ്ങനെ ഒരാൾ തന്നെയാണ് ജാനകിയമ്മയും. മലയാളത്തിൽ മാത്രം 1200-ലേറെ പാട്ടുകളാണ് പാടിയിട്ടുള്ളത്. അതിൽ തന്നെ ബാബുരാജിൻ്റെ ഗാനങ്ങളാണ് കൂടുതൽ ആസ്വാദ ഹൃദയങ്ങളിൽ, അത് ആദ്യകാലത്തുള്ള ഗാനങ്ങളാണ്, ബാബുരാജിൻ്റെ ഗാനങ്ങളാണ് കൂടുതൽ ജനകീയമായത്. ഈ പറയുന്നത് പോലെ തന്നെ പിന്നീട് എത്രയോ സംഗീത സംവിധായകർ അങ്ങനെ ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ ഗായകരും സംഗീത സംവിധായകരുമായി എത്രയോ പേർ ജാനകിയമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പറയുന്നുണ്ട്. 4 തവണയാണ് ദേശീയ പുരസ്കാരം, 4 തവണയും കേരള സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതി 11 തവണയാണ്. നമുക്ക് ആന്ധ്രയിൽ ജനിച്ച ഒരു വ്യക്തി മലയാളത്തിൽ പാടി 11 തവണ സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരങ്ങൾ നേടുക എന്നത് മറ്റ് സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ഏതാണ്ട് 22 പുരസ്കാരങ്ങളാണ് ഈ സംസ്ഥാനങ്ങളുടെ മാത്രം അംഗീകാരമായി ലഭിച്ചിട്ടുള്ളത്. അതിന് പുറമെയാണ് ദേശീയ അംഗീകാരം തേടിയെത്തിയത്, അല്ലെങ്കിൽ ഈ പത്മ പുരസ്കാരം തേടിയെത്തിയത്. അങ്ങനെ എത്രയോ പുരസ്കാരങ്ങൾ കൊണ്ട് ധന്യമായ ഒരു ജീവിതം. ഒരുപക്ഷെ വേദി വിട്ടുപോയിട്ടും ആസ്വാദകരുടെ ആവശ്യപ്രകാരം വീണ്ടും വേദിയിലേക്ക് എത്തുകയും പാടുകയും ചെയ്യുന്ന ജാനകിയമ്മയെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഏതാണ്ടൊരു 2017 ഏറ്റവും ഒടുവിൽ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. അതോടുകൂടി വിരമിക്കൽ പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, സംഗീതത്തിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ആളുകൾ അങ്ങനെ അവരുടെ ഒരു ജീവിത സബരി അല്ലെങ്കിൽ പൊതുവേദികളിൽ വരുന്നത് അവസാനിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ തന്നെ അത് അവസാനിപ്പിച്ച് ജാനകിയമ്മ വിശ്രമ ജീവിതത്തിലേക്ക് മടങ്ങുകയായിരുന്നു. ആന്ധ്രയിലാണ് ജനിച്ചതെങ്കിലും അവസാന നാളുകൾ കർണാടകയിലായിരുന്നു, മൈസൂരിലായിരുന്നു പേരക്കുട്ടിയോടൊപ്പം താമസിച്ചിരുന്നത്. മകൻ്റെ മരണത്തോടുകൂടി കൂടുതൽ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടുതൽ ദുഃഖത്തിലേക്ക് പോകുന്ന ഒരു നിലയുണ്ടായിരുന്നു. ഭർത്താവിൻ്റെയും പിന്നീട് മകൻ്റെ ഏക മകനാണ് ഉണ്ടായിരുന്നത്. ആ മകൻ്റെ ദുഃഖത്തോടുകൂടി മരണത്തോടുകൂടി കൂടുതൽ പ്രയാസത്തിലേക്ക് ജാനകിയമ്മ പോയിരുന്നു. പക്ഷേ എങ്കിലും സഹപ്രവർത്തകരും പഴയകാല സുഹൃത്തുക്കളും ഒക്കെ തന്നെ സംഗീത സംവിധായകർ ഉൾപ്പെടെയുള്ള ആളുകളും ഒക്കെ തന്നെ പലപ്പോഴും ജാനകിയമ്മയെ സന്ദർശിക്കുകയും കുശലാന്വേഷണം നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ആ തരത്തിലുള്ളൊരു ജീവിതം നമുക്കറിയാം. സ്റ്റേജിലൊക്കെ വരുമ്പോൾ കയ്യിലൊരു ചെറിയ ഡയറി ഉണ്ടാകും, അതിലാണ് ഈ വരികൾ എഴുതി വെച്ചിട്ടുള്ളത്. ഒരുപക്ഷെ പുതിയ സാങ്കേതിക വിദ്യയൊക്കെ വരുന്ന ഈ ടച്ച് സ്ക്രീനൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ജാനകിയമ്മയുടെ കയ്യിൽ ഒരു ചെറിയ ഡയറി ഉണ്ടാകും, ഒരു കുഞ്ഞ് ബുക്കുണ്ടാകും. ആ ബുക്കിലാണ്
പാട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ടാകുക. സാധാരണ നിലയിൽ ഒരു 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 വലിയ ആഡംബരമൊന്നും ഇല്ലാതെയാണ് വേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത്. വെള്ള നിറത്തിലുള്ള സാരിയൊക്കെ ആയിരിക്കും ഉടുക്കുന്നത്. ആ തരത്തിൽ നര പിടിച്ച മുടിയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ജാനകിയമ്മ അത് എല്ലാ കാലത്തും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു ചിത്രമാണ്. എത്ര വികാരങ്ങളിലൂടെയാണ് ആ ശബ്ദം നമ്മളെ കൊണ്ടുപോയിട്ടുള്ളത്, എത്ര മനോഹരമായിട്ടാണ് പാടിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പാട്ടുകളൊക്കെ തന്നെ എക്കാലത്തും സ്മരിക്കുന്നതാണ്. ശ്രോതാക്കളുള്ളിടത്തോളം കാലം, ആ ലോകമുള്ളിടത്തോളം കാലം ആ പാട്ടുകളെല്ലാം തന്നെ നിലനിൽക്കും. അതിലൂടെ ജാനകിയമ്മ ഇനിയും ജീവിക്കും. ശ്രീ പാട്ടിൻ്റെ വാനമ്പാടി ജാനകിയമ്മ നമ്മളെയൊക്കെ വിട്ട് പോയിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗിക ബഹുമതികളോടെയാകും നടക്കുക. ഇനി ഒരിക്കലും ഒരുപക്ഷെ നമുക്ക് ജാനകിയമ്മയുടേതിന് സമാനമായൊരു ശബ്ദം കേൾക്കാൻ സാധിച്ചെന്ന് വരില്ല. അത്രത്തോളം വ്യത്യസ്തമായൊരു ശബ്ദത്തിനുടമയായിരുന്നു ജാനകിയമ്മ എന്ന് വേണം പറയാൻ. ഇനി പാട്ടുകളിലൂടെ ജാനകിയമ്മയെ നമുക്ക് ഓർക്കാമെന്നുള്ളതാണ്. വിനോദ്, ഈ സംസ്കാരത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ എത്ര മണിയോടെ ആയിരിക്കും സംസ്കാരം ഉണ്ടാവുക? അതുപോലെ തന്നെ പൊതുദർശനം എത്ര മണിയോടെ ആരംഭിക്കാനാകും സാധ്യത? അല്പസമയത്തിനകം പൊതുദർശനം ആരംഭിക്കും. മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലാണ് പൊതുദർശനത്തിനായി കൊണ്ടുവരിക. സംസ്കാരം തീരുമാനിച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. പൊതുദർശനത്തിന് ശേഷം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഉച്ച കഴിഞ്ഞ് കനയഹുടി ഫാം ഹൗസിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഈ പൊതുദർശനം നടക്കുന്നതിന് സമീപം തന്നെയാണ്. ആന്ധ്രയിലാണ് ജനിച്ചതെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിൻ്റെ സായന്തനമെല്ലാം തന്നെ കർണാടകയിലായിരുന്നു. ആ തരത്തിലായിരുന്നു. പേരക്കുട്ടിയോടൊപ്പമായിരുന്നു ജീവിതം. കഴിഞ്ഞ ദിവസമാണ് ഈ മരണം സംഭവിച്ചത്. 88 വയസ്സായിരുന്നു. വീട്ടിൽ കുഴഞ്ഞു വീണ എസ് ജാനകിയെ അപ്പോളോ BGS ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. രാത്രി 7:30 കൂടിയാണ് അന്ത്യം സംഭവിച്ചത്. ജനുവരിയിലാണ് ഏകമകനായിരുന്ന മുരളീകൃഷ്ണയുടെ മരണം സംഭവിച്ചത്. അതിനുശേഷം വളരെ വിഷാദത്തിലായിരുന്നു. ഒരു മകൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഭർത്താവ് നേരത്തെ മരണപ്പെട്ടിരുന്നു. അതിനുശേഷം വളരെ ദുഃഖിതയായിരുന്നു എന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ഇങ്ങനെ ഈ ഉള്ള ചടങ്ങുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായത്. ഇപ്പോൾ പൊതുദർശനത്തിന് വേണ്ടിയുള്ള ചടങ്ങുകൾ, ഇനി അതിനുശേഷമുള്ള സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ജാനകിയമ്മയുടെ വിയോഗത്തിൽ അനുസ്മരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഒരുപക്ഷെ മലയാളത്തിൽ നിന്നടക്കം പ്രധാനപ്പെട്ട ആളുകൾ സംസ്കാര ചടങ്ങുകളിലേക്ക് എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ തരത്തിലുള്ള ഒരു യാത്രയയപ്പ് കർണാടക സർക്കാർ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടുകൂടിയുള്ള വിടവാങ്ങൽ ചടങ്ങാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ സംസ്കാരത്തിന് അങ്ങനെയുള്ള ഔദ്യോഗിക ബഹുമതി നൽകും. അതിനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. ശ്രീ യെസ്, ജാനകിയമ്മ ഓർമ്മയാകുമ്പോൾ ഓരോ സംഗീതാസ്വാദകനും മനസ്സിൽ സ്വന്തം വീട്ടിൽ ഒരാൾ ഇല്ലാതാകുന്ന ഒരു പ്രതീതിയായിരിക്കും ഉണ്ടാവുക. കാരണം അത്രത്തോളം ആ സംഗീതവും ആ ശബ്ദവും മലയാളികൾക്കിടയിലേക്ക് മറ്റൊരു ഭാഷയിലാണെങ്കിലും മറ്റൊരു ദേശത്താണ് ജനിച്ചതെങ്കിലും ആ ശബ്ദവും ആ സംഗീതവും ഒക്കെ മലയാളികൾ അത്രത്തോളം ആഴ്ന്നിറങ്ങി എന്നുള്ളതാണ്. ഇനി വരും നാളുകളിലൊക്കെ അതൊരു ഓർമ്മയായി നമ്മുടെ ഉള്ളിൽ അവശേഷിക്കും. അത്രത്തോളം ജാനകിയമ്മ, എസ് ജാനകി എന്ന പേര് തലമുറകൾക്കപ്പുറം, തലമുറകൾ മറികടന്ന് എല്ലാവരുടെയും ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. ആ പേരും ആ ശബ്ദവും ജാനകിയമ്മയുടെ പാട്ടുകളും ഒക്കെ തന്നെ. വിനോദ്, ജാനകിയമ്മയുടെ പാട്ടുകളിലേക്ക് വരുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഒരു തലമുറയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നതല്ല ആ പാട്ടുകളും അതിൻ്റെ ഓർമ്മകളും ഒന്നും. അതൊരു പക്ഷേ ഇപ്പോൾ എനിക്ക് പിന്നാലെ ഉണ്ടാകുന്ന തലമുറകളിലാണെങ്കിൽ പോലും അവർ പോലും പിന്തുടരുന്ന ഗാനങ്ങളാണ് ജാനകിയമ്മ പാടിവെച്ച് നമ്മളെ വിട്ടു പോയിട്ടുള്ളത്. തീർച്ചയായും അനുശ്രീ, അതുതന്നെയാണ്. തലമുറകൾ കടന്ന് ഗാനരചനയിൽ മാറ്റമുണ്ടാകുന്നു, സംഗീത സംവിധാനത്തിൽ മാറ്റമുണ്ടാകുന്നു, ഇൻസ്ട്രുമെൻറ്റിൻ്റെ രൂപങ്ങളിൽ മാറ്റമുണ്ടാകുന്നു. എത്ര മാറ്റങ്ങളാണ് കാലഘട്ടത്തിനനുസരിച്ച് സംഭവിക്കുന്നത്. 1957 മദ്രാസിലെ AVM സ്റ്റുഡിയോയിൽ ജാനകിയമ്മ ജോലി നേടുന്നത്. അവിടെ അങ്ങനെ ഒരു ജോലി നേടി പിന്നീട് ഈ പാട്ടിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. വർഷം നോക്കണം, 57. നമ്മളൊക്കെ ജനിക്കുന്നതിന് എത്രയോ വർഷം മുൻപ് പാട്ടിൻ്റെ രംഗത്തെത്തിയ ജാനകിയമ്മ അത് കഴിഞ്ഞ് നമ്മുടെയൊക്കെ തലമുറകളിലൂടെ സഞ്ചരിച്ചു പോകുന്നു. ഇനിയും ആ പാട്ടുകൾ നിൽക്കുമെന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും ഈ കോളേജുകളിലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കലാലയങ്ങളിലൊക്കെ നമ്മൾ പല പരിപാടികൾ കവർ ചെയ്യാൻ പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ തേവർ മകനിലെയൊക്കെ ഗാനം, അതിൻ്റെ എത്ര വെർഷനാണ് മാറി മാറി വരുന്നത്.
അത് ഞാൻ അത്ഭുതത്തോടെ കാണുന്ന ഒരു കാര്യമാണ്. ഒരു ഘട്ടത്തിൽ ജാനകിയമ്മ പാടി വെച്ച പാട്ട് പിന്നീട് തലമുറകൾ കഴിയുമ്പോൾ അത് റീമിക്സ് ആയിട്ട് വരുന്നു. മറ്റ് പല രൂപങ്ങളിൽ ഇൻസ്ട്രുമെൻ്റ് മാത്രമായിട്ടുള്ള ഒരു സംഗീതം മാത്രം കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉപകരണ സംഗീതം മാത്രം കൊണ്ടുള്ള പാട്ടുകളായി അത് വരുന്നു. അങ്ങനെ എത്ര രൂപത്തിൽ, പക്ഷേ അതിൻ്റെ ഒറിജിനൽ രൂപം ജാനകിയമ്മ പാടി വെച്ചതാണ്. അങ്ങനെ ഒരു ഗായിക എത്ര തലമുറകളിലൂടെയാണ് കടന്നു പോകുന്നത്. അത് അറിഞ്ഞും അറിയാതെയും ഒക്കെ തന്നെ ഒരു നദി പോലെ ആ സംഗീത ജീവിതം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അത് ഒഴുകി പോകുന്ന വഴികളിലെ തലമുറ ഒരു പക്ഷേ അത്ര കണ്ട് തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ തിരിച്ചറിയുമോ എന്നതൊക്കെ ഒരു ചോദ്യമായി അവശേഷിക്കുമ്പോഴും ജാനകിയമ്മ ഒരു സത്യമായി, യാഥാർത്ഥ്യമായി, ഒരു നൈർമല്യമായി എല്ലാ ജീവിതങ്ങളിലൂടെയും കേൾവിക്കാരുടെ ഹൃദയത്തിലൂടെ അങ്ങനെ ഒരു നദിയായി, ഒരു സംഗീത നദിയായി ഒഴുകും എന്ന കാര്യം ഉറപ്പാണ്. അനുശ്രീ, ശരി. 60 വർഷത്തെ സംഗീത ജീവിതം, സംഗീത സബരി അവസാനിപ്പിച്ച്, 70 വർഷം നീണ്ട സംഗീത സബരി അവസാനിപ്പിച്ച് ജാനകിയമ്മ നമ്മളെയൊക്കെ വിട്ട് യാത്രയായിരിക്കുകയാണ്. ഇനി ആ ഓർമ്മകളൊക്കെ സംഗീതമായി നമ്മുടെ ഉള്ളിൽ എല്ലാ കാലത്തും ഉണ്ടാകും. ഒരിക്കൽ കൂടി ജാനകിയമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ വൈകാതെ നാട്ടിലെത്തിക്കും. മന്ത്രി ബിന്ദു കൃഷ്ണയും കൊടിക്കുന്നിൽ സുരേഷ് MPയും ഇന്നലെ ഇവരുടെ വീട്ടിലെത്തി അനുശോചനം അറിയിച്ചു. തീർച്ചയായും വളരെ ദൗർഭാഗ്യകരമായ, തികച്ചും വേദനാജനകമായ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് വൈകുന്നേരം അറിഞ്ഞത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ നിന്ന് വിയറ്റ്നാമിലേക്ക് യാത്രയായതായിരുന്നു. ആ സംഘത്തിലുണ്ടായിരുന്ന 15 പേരിൽ 2 മലയാളികൾ, അവർ കൊട്ടാരക്കര സ്വദേശികളാണ്. MP അപ്പോൾ തന്നെ എംബസിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ദുഃഖത്തോടുകൂടി മാത്രമേ നമുക്ക് ഈ വീട്ടിൽ വരാൻ കഴിയുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ അമ്മയും അവരുടെ 2 മക്കളും കുടുംബാംഗങ്ങളും എല്ലാവരും ഇവിടെയുണ്ട്. ബോട്ടിൽ യാത്ര ചെയ്യുന്ന 32 പേരും തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകളായിരുന്നു. ഇവർ മൊബൈൽ കമ്പനിയാണ് ഇവരെ ഈ ടൂർ പാക്കേജിൽ ഇവർ പോയത്. ഇവർക്ക് ആ മൊബൈൽ കമ്പനിയായിട്ട് ഏജൻസി ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 34 അവർ എല്ലാ വർഷവും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഇത്തവണ സൗത്ത് ഇന്ത്യയിൽ നിന്ന് 3 സംസ്ഥാനങ്ങളിലെ അവരുടെ ഈ മൊബൈൽ കമ്പനിയുടെ ഏജൻസികളുമായി ബന്ധപ്പെട്ടാണ് കൊണ്ടുപോയി. അങ്ങനെയാണ് ഈ ജോമോനും അതുപോലെ അദ്ദേഹത്തിൻ്റെ വൈഫ് ലൊവേനിയും ഈ ടൂറിസ്റ്റുകളുടെ കൂട്ടത്തിൽ പെട്ടത്. പോസ്റ്റ്മോർട്ടം, എംബാമിങ്, അതുപോലെ തന്നെ അവരുടെ നിയറസ്റ്റ് എയർപോർട്ടിലേക്ക് ബോഡികൾ എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ. വിനീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിനീഷ്, എത്ര മണിയോടെ ആയിരിക്കും മൃതദേഹം നാട്ടിലെത്തിക്കുക? ഇത് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഇത്ര വളരെ ദുഃഖകരമായ വാർത്തയാണ്. വിയറ്റ്നാമിലെ ബോട്ട് ദുരന്തത്തിൽ മരിച്ച മലയാളി ദമ്പതികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനായുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതായിട്ടാണ് നമുക്ക് അധികൃതരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. വിവരം അറിയിച്ചത് കൊടിക്കുന്നിൽ സുരേഷ് MPയാണ്. കഴിഞ്ഞ ദിവസം ഇവരുടെ ദമ്പതികളുടെ വീട്ടിലെത്തുകയും ചെയ്തിരുന്നു. കൊല്ലം കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ് 57 വയസ്സാണ്, ലോവേനി തോമസ് 56 എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ എത്ര വേഗം തന്നെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായിട്ടാണ് ഇന്ത്യൻ എംബസി ബന്ധുക്കളെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കൊട്ടാരക്കരയിൽ ഒരു സ്വകാര്യ മെഡിക്കൽ സ്ഥാപനം നടത്തി വരികയായിരുന്നു ഈ ദമ്പതികൾ. മൊബൈൽ കമ്പനി സംഘടിപ്പിച്ച ഒരു ടൂർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാക്കേജിൽ 32 അംഗ സംഘത്തോടൊപ്പമാണ് ഇവർ വിയറ്റ്നാമിലേക്ക് യാത്ര പോയത്. അതുപോലെ തന്നെ വിനോദസഞ്ചാരത്തിൽ ഏർപ്പെടുകയും ചെയ്തത്. അപകടത്തിൽ ഇതുവരെ 15 പേരാണ് മരിച്ചത്. 17 വിനോദസഞ്ചാരികളെയും 4 ബോട്ട് ജീവനക്കാരെയും ഉൾപ്പെടെയുള്ള 21 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. ചികിത്സയിൽ കഴിയുന്ന 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്നാണ് MP അറിയിച്ചത്. വെന്റിലേറ്ററിലാണ് അവർ ഇപ്പോൾ ഉള്ളതെന്ന് MP കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. സംഭവം അറിഞ്ഞതോടെ തന്നെ നിരവധി പേരാണ് കൊട്ടാരക്കരയിലെ വസതിയിലേക്ക്, ഈ ദമ്പതികളുടെ വസതിയിലേക്കും എത്തുന്നത്. കുടുംബാംഗങ്ങളെ കാണാൻ എത്തുന്നത് പ്രമുഖരടക്കം എത്തിയിരുന്നു. അതുപോലെ തന്നെ മന്ത്രി ബിന്ദു കൃഷ്ണ ഉൾപ്പെടെ എത്തുകയും അനുശോചനം അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും തിങ്കളാഴ്ച വൈകുന്നേരത്തോടുകൂടി മൃതശരീരങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടി ഉണ്ടാകും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അനുശ്രീ, ശരി. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. തിങ്കളാഴ്ചയോടെ മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിനീഷാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. പീഡർ നിയമനങ്ങളിൽ ഉയരുന്ന വിമർശനം പരിശോധിക്കപ്പെടണമെന്ന് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്. പാർട്ടി തലത്തിൽ ഇക്കാര്യം ഉന്നയിക്കുമെന്ന്
നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരമുയരുന്ന വിവാദങ്ങൾ പാർട്ടി പ്രവർത്തകരുടെ മനോവീര്യം തകർക്കും. ഭരണത്തിന്റെ ഉത്സവഛായ ഇല്ലാതാക്കും. പാർട്ടി തലത്തിൽ അക്കാര്യങ്ങൾ ഉന്നയിക്കുമെന്നും PM നിയാസ് പറഞ്ഞു. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലായിരുന്നു പ്രതികരണം. കേരളത്തിലെ ഒത്തിരി നിയമനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒത്തിരി നിയമനങ്ങൾ വന്നതിൽ വളരെ അപൂർവമായ പരാതികൾ മാത്രമാണ് വന്നിട്ടുള്ളത്. പക്ഷെ അത് ഗൗരവമുള്ളതാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെ ഒരു അല്ലെങ്കിൽ UDFൽ അങ്ങനെ ഒരു പാർട്ടി നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകമായ ഒരു സമിതിയോ പ്രത്യേകമായ ഒരു ഉന്നത ഈ ചർച്ചകൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്ന ഒരു സംവിധാനം പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പൂർണ്ണതയിൽ എത്തുകയും അത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടുകയും അത്തരം പരാതികൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഇത്തരത്തിലുള്ള പരാതികൾ വരുന്നത് ഒരു 10 വർഷക്കാലം കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന വെള്ളം കോരികളും വിറകുവെട്ടിക്കലുമായി നിന്ന് പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കൂ എന്നുള്ളത് യാഥാർത്ഥ്യം ഞാൻ മറച്ചു വെക്കുന്നില്ല. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള നിരന്തരമായ ആരോപണങ്ങൾ വരുന്നത് പാർട്ടി പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുകയും പാർട്ടി പ്രതീക്ഷയോടുകൂടി വന്നിട്ടുള്ള ഈ നിയമനങ്ങൾ അല്ലെങ്കിൽ ഈ നിയമനങ്ങൾ പ്രതീക്ഷയോട് വന്നിട്ടുള്ള ഭരണത്തിൻ്റെ ഒരു ഉത്സവഛായ പാർട്ടി പ്രവർത്തകരുടെ മനസ്സുകളിൽ നിന്നും ഇല്ലാതെയായി പോകുമെന്ന് വ്യാകുലപ്പെടുന്ന ഒരാളാണ് ഞാൻ. BJP വിട്ട K അണ്ണാമലയുടെ വി ദ ലീഡേഴ്സ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം ഇന്ന് പൊള്ളാച്ചിയിൽ. വൈകിട്ട് 4-നാണ് യോഗം. ലഹരി വിരുദ്ധ ബോധവൽക്കരണമാണ് ആദ്യ സമ്മേളനത്തിന്റെ മുദ്രാവാക്യം. നന്ദന രാജൻ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. നന്ദന, ലഹരിക്കെതിരെ അണ്ണാമലൈ രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റെന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അനുശ്രീ, BJP വിട്ട K അണ്ണാമലയുടെ പുതിയ പാർട്ടിയായ വി ദ ലീഡേഴ്സ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് പൊള്ളാച്ചിയിൽ നടക്കും. ലഹരി വിരുദ്ധ ബോധവത്കരണമാണ് സമ്മേളനത്തിന്റെ മുദ്രാവാക്യം. പൊള്ളാച്ചി കോയമ്പത്തൂർ റോഡിലെ സമ്മേളന വേദിയിൽ പരമ്പരാഗത ചടങ്ങുകളോടെയായിരുന്നു തുടക്കമായത്. ഭൂമി പൂജയും മുഹൂർത്തം കാൽനാട്ടൽ ചടങ്ങും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. മുൻ BJP ഭാരവാഹിയായ വസന്ത് രാജിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കമായത്. തമിഴ്നാട്ടിലെ BJPയുടെ രാഷ്ട്രീയ നിലപാടുകളോട് വിയോജിപ്പ് പരസ്യമാക്കിക്കൊണ്ട് കഴിഞ്ഞ ജൂൺ 5-നാണ് അണ്ണാമലൈ BJP വിട്ടത്. അണ്ണാമലയ്ക്ക് പിന്നാലെ തമിഴ്നാട് BJP വൈസ് പ്രസിഡന്റ് കരു നാഗരാജൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും BJP വിട്ടു. തമിഴ്നാട്ടിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ദ ലീഡേഴ്സ് സജീവമായി രംഗത്തുണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ വൻതോതിൽ യുവാക്കൾ ഈ പ്രസ്ഥാനത്തിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് എന്ന് തന്നെയാണ് സംഘാടകരുടെയും അവകാശവാദം. ശരി, നന്ദനരാജനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ജനസംഖ്യാ നിയന്ത്രണം ലക്ഷ്യമിട്ട് പുതിയ പദ്ധതികളുമായി പാകിസ്ഥാൻ. ഗർഭനിരോധന ഗുളികകൾക്ക് നികുതി ഒഴിവാക്കുന്നതടക്കം പരിഗണനയിലുണ്ട്. ജനസംഖ്യാ നിയന്ത്രണത്തിന് പദ്ധതികൾ തീരുമാനിക്കാൻ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി രൂപീകരിച്ച കമ്മിറ്റിയിൽ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിനെയും ഉൾപ്പെടുത്തി. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചിറാൻ. ഒമാൻ തീരത്ത് കപ്പൽ ആക്രമിക്കുകയും ചെയ്തു. ഹോർമൂസിലെ ബദൽ പാതയാണ് ഇറാനെ ചൊടിപ്പിക്കുന്നത്. അമേരിക്കയുമായുള്ള ധാരണയെ ചൊല്ലി ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങളും ഉടലെടുക്കുകയാണ്. ഖമനയുടെ സംസ്കാര ചടങ്ങുകളുടെ സമയത്ത് പോലും കപ്പലുകൾ ആക്രമിച്ചത് ഇറാനിലെ തീവ്ര ഗ്രൂപ്പുകളാണെന്ന വിവരമാണ് പുറത്തുവരുന്നത്. അതേസമയം അയത്തുള്ള ഖമനയെ വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്നാണ് മകനും ഇറാന്റെ നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനയുടെ പ്രഖ്യാപനം. വിനോദ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിനോദ്, ഹോർമൂസ് ഇപ്പോഴിതാ വീണ്ടും അടച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നത് ഹോർമൂസ് എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുന്നു എന്ന് ഇറാൻ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴിതാ ഹോർമൂസ് വീണ്ടും അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണോ? അനുശ്രീ, ഒമാൻ തീരത്ത് കൂടി 2 ബദൽ പാത തുറന്നതാണ് ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഈ പാതകൾ അടയ്ക്കണം, നേരത്തെ ഉണ്ടായിരുന്ന പരമ്പരാഗത പാതയിൽ കൂടെ മാത്രമേ കപ്പലുകൾ യാത്ര ചെയ്യാവൂ എന്ന നിലപാടിലേക്കാണ് ഇറാൻ എത്തുന്നത്. ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ അമേരിക്ക നിലകൊള്ളുന്നുണ്ട്. ഒപ്പം തന്നെ ഒമാൻ പൂർണ്ണമായും സ്വതന്ത്രമായ ഒരു വഴി, അവരുടെ തീരത്തുകൂടി ഒരു വഴി എന്ന നിലപാടിൽ നിൽക്കുകയാണ്. അവിടെയാണ് ചില പ്രകോപനങ്ങൾ ഉണ്ടാകുന്നത്. അതേസമയം ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു എന്നതിൻ്റെ ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. സമാധാന കരാറിൽ ഒപ്പുവെച്ചത് ഇറാൻ്റെ പ്രസിഡന്റ് പെസഷ്കിയാനാണ്. പക്ഷേ ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ 4 മുതൽ 9 വരെയാണ് നടന്നത്. ആ ദിവസങ്ങളിൽ പോലും ഇറാനിൽ നിന്ന്
എണ്ണക്കപ്പലുകളെ ആക്രമിക്കുന്ന നിലയുണ്ടായി. പക്ഷേ അത് ഇറാൻ സൈന്യത്തിൻ്റെ ഔദ്യോഗിക തീരുമാനമായിരുന്നില്ലെന്ന വിവരമാണ് പുറത്തു വരുന്നത്. അല്ലെങ്കിൽ ഇറാൻ ഭരണകൂടം നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. അവിടുത്തെ തീവ്ര ഗ്രൂപ്പുകൾ IRGCയിലെ ഒരു വിഭാഗവുമായി ചേർന്ന് ഭരണകൂടം അറിയാതെ ഈ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി സമാധാന കരാറിനെ എതിർക്കുന്ന വിഭാഗമാണ് ഇതെന്ന വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഭരണതലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. താഴെത്തട്ടിലെ സൈനിക വിഭാഗം ഭരണകൂടം പറയുന്നത് അനുസരിക്കുന്നില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് വരുന്നത്. മാത്രമല്ല മുസ്തഫ ഖമേനിയുടെ ഒരു വെല്ലുവിളി കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ ഇറാൻ ജനത എടുത്തിട്ടുള്ള ശപഥം ഖമേനിയെ വധിച്ചവരെ തിരികെ ആക്രമിക്കും, അവർ ഇതിന് പശ്ചാത്തപിക്കേണ്ടി വരും, അവർക്ക് വലിയ വില നൽകേണ്ടി വരും, അവരെ ഇല്ലാതാക്കും എന്ന ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനമാണ് മുസ്തഫയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. മുസ്തഫ ഇപ്പോഴും എവിടെ എന്നതിനെക്കുറിച്ച് വലിയ വ്യക്തതയില്ല. പക്ഷേ മുസ്തഫ അവിടെ പരമോന്നത നേതാവായി തുടരുമ്പോൾ തന്നെ പെസഷ്കിയാനും അരഗച്ചിയും ഉൾപ്പെടെയുള്ള ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ മുസ്തഫയുടെ വഴിയെ അല്ല സഞ്ചരിക്കുന്നത്, അമേരിക്കയുമായി ചേർന്നുള്ള അല്ലെങ്കിൽ അവരുമായി സമരസപ്പെട്ട് മുന്നോട്ട് പോകാനാണ് ഈ നേതാക്കൾ തീരുമാനിക്കുന്നത്. ഇറാന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നുണ്ട്. രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത കൂടി കണക്കിലെടുത്ത് വേണം ഇപ്പോൾ രാജ്യത്ത് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അധികാരികൾ അമേരിക്കയുടെ നിലപാടുകളോട് ചേർന്ന് പോകുന്നതെന്ന് വേണം കരുതാൻ. ഒമാനിൽ വീണ്ടും സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ട്. അരഗാച്ചി അവിടേക്ക് എത്തുന്നുണ്ട്. ഒപ്പം തന്നെയാണ് അമേരിക്കയുടെ പ്രതിനിധികൾ JD വാൻസ് ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ചയിൽ പങ്കാളികളാകും. സമാധാന ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ട്രംപും അറിയിച്ചിട്ടുണ്ട്. ഇറാൻ്റെ ആവശ്യപ്രകാരമാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് കൂടി ട്രംപ് വിശദീകരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന്, കപ്പലുകൾ ആക്രമിക്കുന്നത് ഇറാൻ ഭരണകൂടം അറിഞ്ഞുകൊണ്ടല്ല, അവിടുത്തെ തീവ്ര ഗ്രൂപ്പുകളാണെന്ന വിവരം വരുന്നു. അങ്ങനെയെങ്കിൽ അവിടെ ആഭ്യന്തര കലാപത്തിനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മറ്റൊന്ന്, ഖമേനിയുടെ ഇപ്പോൾ മുസ്തഫയുടെ വഴിയേ അല്ല മറ്റ് ഭരണാധികാരികൾ പോകുന്നത്. ഈ രണ്ട് കാര്യങ്ങളും വളരെ ശ്രദ്ധേയമായി കാണേണ്ട വസ്തുതയാണ് അനുശ്രീ. ശരി, VV വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. വയസ്സ് 110 എത്തുമ്പോഴും കർമ്മനിരതനായിരിക്കുന്ന ഒരാൾ കോതമംഗലത്തുണ്ട്. വേട്ടാമ്പാറ അതിരമ്പുഴയിൽ എസ്തപ്പാനോസ് ആണത്. കൃഷിപ്പണിയാണ് തന്റെ ദീർഘായുസിന്റെ രഹസ്യമെന്ന് ഈ മുതുമുത്തച്ഛൻ പറയുകയാണ്. തലമുറകളുടെ കാരണവരെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ആദരിക്കുകയാണ്. 1917 ജനുവരിയിലാണ് എസ്തപ്പാനോസിന്റെ ജനനം. 4ാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസം. പിന്നീട് ഇങ്ങോട്ട് കൃഷിയിലായി ശ്രദ്ധ. നെൽകൃഷിക്കായി കാളയെ പൂട്ടുന്നതും റബ്ബർ വെട്ടുന്നതും കരിങ്കലടിച്ച് പൊട്ടിക്കുന്നതും തുടങ്ങി പണികളുടെ നിര നീണ്ടുപോകും. 2 ഭാര്യമാരിലായി 10 മക്കളുണ്ട്. ഭാര്യമാർ 2 പേരും നേരത്തെ വിട പറഞ്ഞു. ജീവിച്ചിരിക്കുന്ന മക്കളിൽ അബ്രഹാമിന് 82 വയസ്സ് പ്രായം, ഇളയ മകൻ തങ്കച്ചന് 58. 12 കൊച്ചുമക്കളും അവരുടെ മക്കളും ഉൾപ്പെടെ തലമുറകളുടെ സ്നേഹം ഏറ്റുവാങ്ങുകയാണ് എസ്തപ്പാനോസ്. ഇത്രയും വയസ്സായിട്ടുള്ളൊരു ആളെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് അപൂർവങ്ങളുടെ അപൂർവമാണെന്ന് പറയാനുള്ളൂ. അപ്പോൾ നമ്മളൊരു റെക്കോർഡ് സ്ഥാപിക്കുന്ന രീതിയിൽ നല്ലൊരു കാര്യം നമുക്ക് നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യങ്ങൾ സംഘടിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 2 വർഷം മുമ്പ് വരെ വീട്ടിലെ മിറ്റവും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരുന്ന അപ്പച്ചനാണ്. എല്ലാ അത്യാവശ്യ പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അപ്പച്ചനാണ് 2 വർഷം മുമ്പ് വരെ. അത് പിന്നെ പണികളൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. നിലവിൽ ഇപ്പോൾ ഒരു മരുന്നും കഴിക്കുന്നില്ല. കഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ 4 സോല ആൻറ്റിബയോട്ടിക് മരുന്ന് കഴിച്ചിട്ടുണ്ട്, അല്ലാതെ വേറെ മരുന്നില്ല. 2.5 വർഷം മുൻപ് വീടിനുള്ളിൽ തെന്നി വീണതൊഴിച്ചാൽ മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ല. ഇപ്പോഴും യാതൊരുവിധ മരുന്നും കഴിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. 3000-ലധികം ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട്ടുമുറ്റം അടിച്ചു വാരുന്നതും അടുത്ത കാലം വരെയും ഇദ്ദേഹം തന്നെയായിരുന്നു. ദിവസേന 2 ഏത്തപ്പഴവും ലഘുഭക്ഷണവുമാണ് കഴിക്കുന്നത്. കഠിനാധ്വാനിയായിരുന്ന ചെറുപ്പകാലവും പിന്നീടുള്ള ചിട്ടയായ ജീവിത രീതികളും മൂലം ജീവിതശൈലി രോഗങ്ങൾ പോലും ഉണ്ടായിട്ടില്ല. വീട്ടിൽ നടക്കുന്ന ആഘോഷങ്ങളിലും ആദരവുകളിലും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ന്യൂസ് 18 കൊച്ചി. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്. സ്പെഷ്യൽ ഡേയിലേക്ക്. തിരുവനന്തപുരം ബാലരാമപുരം ഐത്തിയൂർ സ്വദേശിയായ ജിതേഷ് റിയ ദമ്പതികളുടെ മകനായ റിയാന്റെ ജന്മദിനമാണെന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് ചേട്ടൻ റോഷൻ, ജിവീനോ, ജിയാൻ, ചേച്ചിമാരായ അലീഷ, അവിഷ എന്നിവരാണ്. റിയാന് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ. നമസ്കാരം.